ദേവുവും വിന്ദുവും അമ്പലത്തിൽ കയറി താലം ദേവിക്ക് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദേവും വിന്ദയും കൂടെ മീനുവിനെ നോക്കി. എന്നാൽ അവിടെയെങ്ങും മീനുവിനെ കാണാനില്ലായിരുന്നു. കുഞ്ഞാറ്റേ, മീനു എവിടെ പോയി? നിന്റെ പിന്നിലല്ലേ ഉണ്ടായിരുന്നത്? ദേവു ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പിന്നിലുണ്ടായിരുന്നതാണ്, ഇപ്പോൾ കാണാനില്ല, വിന്ദ പറഞ്ഞു. നീ വന്നേ, നമുക്ക് നോക്കാം. ദേവു വിന്ദയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. എന്നാൽ അവിടെയൊന്നും മീനുവിനെ അവർക്ക് കാണാൻ പറ്റിയില്ല. അപ്പോഴാണ് ധ്രുവൻ്റെ ജീപ്പ് അവിടെ വന്ന് നിന്നത്. ആദി കൂടെ ഉണ്ടായിരുന്നു ആ വണ്ടിയിൽ. ദേവുവും വിന്ദുവും ആ ജീപ്പിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവരെ കണ്ടതും ആദിയും ധ്രുവനും വണ്ടിയിൽ നിന്നിറങ്ങി. പൂരപ്പറമ്പിൽ അപ്പോഴേക്കും ചെണ്ടകൊട്ട് തുടങ്ങി. ശിവേട്ടാ, മീനുവിനെ കാണാനില്ല, ദേവു പറഞ്ഞു. അവൾ നിങ്ങളുടെ കൂടെയല്ലേ ഉണ്ടായിരുന്നത്? ഇപ്പോൾ എവിടെ പോയി എന്നാ പറയണേ? ആദി പറഞ്ഞു. ഉണ്ടായിരുന്നു, ഞങ്ങൾ താലം ദേവിക്ക് അർപ്പിച്ചു കഴിഞ്ഞ് മീനുവിനെ നോക്കിയതും കാണാനില്ല, വിന്ദ പറഞ്ഞു. അത് കേട്ടതും ആദിക്കും ധ്രുവനും ടെൻഷൻ തുടങ്ങി. അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. വീട്ടിലില്ല. ഞാനിപ്പോൾ വീട്ടിൽ നിന്നാ വരുന്നത്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിന്നോ? ധ്രുവൻ ചോദിച്ചു. കഥന പൊട്ടിക്കഴിഞ്ഞ ശേഷമാണ് അമ്പലത്തിൽ കയറാൻ പറ്റൂ. അതുകൊണ്ട് അമ്പലത്തിലേക്ക് കയറുന്ന ആ റോഡിൽ നിന്നായിരുന്നു. കുഞ്ഞാറ്റയുടെ പിന്നിലായിട്ടാ മീനു നിന്നത്, ദേവു പറഞ്ഞു. നിങ്ങൾ വാ, ധ്രുവ് പറഞ്ഞു. അതോടെ ആദിയും വിന്ദയും ദേവും ധ്രുവൻ്റെ കൂടെ ആ റോഡിൻ്റെ അവിടേക്ക് ചെന്നു. ഉത്സവമായതുകൊണ്ട് തന്നെ കളർ ബൾബ് കൊണ്ടും ട്യൂബ് ലൈറ്റ് കൊണ്ടും അവിടം ആകെ വെളിച്ചമുണ്ട്. അവിടെ ആകെ നോക്കിയപ്പോൾ ഒരു താലത്തിൻ്റെ തട്ട് വീണ് കിടക്കുന്നത് കണ്ടു. ധ്രുവും ആദിയും വിന്ദയും ദേവുവും ഒരുപോലെ ഞെട്ടി. അതിനടുത്തായി ഒരു കാർ നിന്നതിൻ്റെ അടയാളം കാണുന്നുണ്ട്. ഇവിടെ വരെയാണ് മീനു നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ളൂ. അതിനുശേഷം കുഞ്ഞാറ്റിയുടെ പിന്നിൽ മീനു ഉണ്ടായില്ല. അതായത് കഥന പൊട്ടുമ്പോൾ ഇവിടെ നിൽക്കുമെന്നും അത് പൊട്ടുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് മീനു മിസ്സായിട്ടുണ്ടെങ്കിൽ കൃത്യമായ പ്ലാൻ ഉണ്ടാകും, ധ്രുവ് പറഞ്ഞു. അത് കേട്ടതോടെ വിന്ദയ്ക്കും ദേവുവിനും പേടി ഒന്നുകൂടി കൂടി. ധ്രുവ, ദേ ആ കട കണ്ടു, അവിടെ ഉള്ളവരോടൊന്ന് അന്വേഷിക്കാം, ആദി പറഞ്ഞു. അതോടെ ധ്രുവനും ആദിയും ദേവും വിന്ദയും കൂടെ ആ കടയിലേക്ക് ചെന്നു. അവിടെ ഒരു 18-19 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു പയ്യനായിരുന്നു. ഇത് നിന്റെ കടയാണോ മോനെ? ആദി ചോദിച്ചു. ഏയ് അല്ല സാർ, ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നതാണ്, ആ പയ്യൻ പറഞ്ഞു. രാവിലെ മുതൽ ഇവിടെ ഉണ്ടോ നീ? ധ്രുവ് ചോദിച്ചു. ആ, രാവിലെ മുതലേ ഉണ്ട് സാർ, പയ്യൻ പറഞ്ഞു. നീ ഇവിടെ ദേ ആ ഭാഗത്ത് ഒരു കാർ ഉള്ളതായി കണ്ടായിരുന്നോ? ആദി ചോദിച്ചു. കണ്ടായിരുന്നു, പയ്യൻ പറഞ്ഞു. ഏതായിരുന്നു ആ കാറ്? ധ്രുവ് ചോദിച്ചു. അതൊരു ബ്ലാക്ക് സ്കോർപിയോ ആയിരുന്നു സാർ, അവൻ പറഞ്ഞു. നീ എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിച്ചത്? ധ്രുവ് ചോദിച്ചു. എനിക്ക് കാറുകൾ എന്നാൽ ഭയങ്കര ഇഷ്ടമാണ് സാർ. ഈ ഭാഗത്തങ്ങനെ ബ്ലാക്ക് സ്കോർപിയോ ഉള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാ, അവൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും കണ്ടായിരുന്നോ? അത് ഓടിച്ചിരുന്ന ആളെ അങ്ങനെ വല്ലതും? ആദി ചോദിച്ചു. അതിലെ ഒരാൾ ഇവിടെ നിന്ന് ലൈറ്റ് സിഗരറ്റ് വാങ്ങിക്കൊണ്ട് പോയിരുന്നു. പിന്നെ ആ വണ്ടിയുടെ പേര് ഒരു അടിപൊളി പേരാണ്, ടോക്സിക് ഓഫ് ഡെവിൾ എന്നായിരുന്നു പേര്, ആ പയ്യൻ പറഞ്ഞു. അവന് ഇത്രയേ അറിയൂ എന്നത് അവർക്ക് മനസ്സിലായി. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ധ്രുവ് ആദിയും വിന്ദയും ദേവും നിന്നു. എന്നാൽ ഇതേ സമയം ധ്രുവൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നിരുന്നു. ധ്രുവ് ആ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, ധ്രുവ് പറഞ്ഞു. ഹലോ, എന്താണ് DYSP ശ്രീവധ്രുവ് സാർ, വലിയ വിഷമമുള്ള സിറ്റുവേഷനിലാണല്ലോ. അൺനോൺ നമ്പർ, സ്റ്റാലിൻ ഡേവിഡ്, ധ്രുവ് ഒരു ഞെട്ടലോടെ പറഞ്ഞു. ആ പേര് കേട്ട് ധ്രുവൻ്റെ അടുത്ത് നിന്ന ആദിയും ദേവും വിന്ദയും ഞെട്ടി. ഓ മൈ ഗാഡ്, യു ഹാവൻറ്റ് ഫോർഗട്ട് മൈ വോയിസ് യെറ്റ് ധ്രുവ. എനിക്കിതിൽ ഒത്തിരി സന്തോഷമുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. വെർ ഈസ് മീനാക്ഷി? എനിക്കറിയാം, അവൾ നിന്റെ കൂടെയുണ്ടെന്ന്, ധ്രുവൻ ദേഷ്യത്തോടെ അലറി. ഹേയ്, റിലാക്സ് ധ്രുവ. കേട്ടോ മീനു, നിന്റെ ഏട്ടന് നിന്നോടുള്ള സ്നേഹം. ഇത്രയും സ്നേഹമുള്ള ഏട്ടനെ കിട്ടിയ നീ ലക്കിയാണ്, സ്റ്റാലിൻ പറഞ്ഞു. എടാ, മീനുവിൻ്റെ കരച്ചിലോട് കൂടിയ ശബ്ദം ധ്രുവൻ്റെ ചെവിയിൽ പതിച്ചു. മോളെ, ധ്രുവൻ്റെ ശബ്ദം ഇടറി. ധ്രുവ, ഞാൻ ആഗ്രഹിച്ച ഒന്നിനെയും എനിക്ക് കിട്ടാതെ പോയിട്ടില്ല, അങ്ങനെ പോവുകയുമില്ല. നാളെ മീനാക്ഷി എൻ്റെ ഭാര്യയാകും. അവളെ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. നിൻ്റെ അനിയത്തിയെ കാണുന്നതിന് മുന്നേ വരെ ഞാൻ ജീവിച്ചത് എൻ്റെ പ്രതികാരത്തിന് വേണ്ടിയാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കാൻ പോകുന്നത് എനിക്ക് വേണ്ടിയാണ്, മീനുവിന് വേണ്ടിയാണ്. ചെറുപ്പം മുതലേ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എൻ്റെ ഉള്ളിലെ പ്രതികാരമാണ്, വാശിയാണ്. എന്നാൽ ഇപ്പോൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് മീനുവാണ്. നിനക്ക് എന്നല്ല ഒരാൾക്കും ഞാൻ മീനുവിനെ വിട്ടുതരുമെന്ന് വിചാരിക്കണ്ട. ഈ സ്റ്റാലിൻ ജീവിച്ചിരിക്കുന്ന നാൾ വരെ അതിന് ഞാൻ സമ്മതിക്കില്ല. നാളെ ഞാൻ മിന്നു കെട്ടിയ എൻ്റെ ഭാര്യയാകും മീനാക്ഷി, കുരിശിങ്കൽ തറവാട്ടിൽ സ്റ്റാലിൻ ഡേവിഡിൻ്റെ ഭാര്യ, എന്നും പറഞ്ഞ് സ്റ്റാലിൻ്റെ ഫോൺ കട്ടായി. ധ്രുവൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ആദ്യ അവൻ്റെ അടുത്തേക്ക് വന്നു. ധ്രുവൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ആദ്യ അവൻ്റെ തോളിൽ കൈവച്ചു. നാളെ മീനുവിൻ്റെ കല്യാണമാണ്, ധ്രുവ് പറഞ്ഞു. വല്ലാത്തൊരു ഞെട്ടലോടെ നിന്നുപോയി ദേവുവും വിന്ദുവും. ആദി കേട്ടത് വിശ്വസിക്കാനാവാതെ നിന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് തുളസിയും മാധവനും മീരയും കൃഷ്ണനും സുരേഷും ഗീതയും വന്നിരുന്നു. മോളെ ദേവു, നീ ഇവിടെ നിൽക്കുവാണോ?
എവിടെയെല്ലാം അന്വേഷിച്ചു എന്നറിയോ? മീര പറഞ്ഞു. കുഞ്ഞാറ്റെ, നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ മോളെ? ഗീത പറഞ്ഞു. എവിടെ കൂട്ടത്തിലെ മൂന്നാമൻ? മീനൂട്ടി. കൃഷ്ണൻ ചോദിച്ചു. പറഞ്ഞ പോലെ മീനുവിനെ കാണാനില്ലല്ലോ. മീനു എവിടെ? മാധവൻ ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ വിന്ധ്യയും ദേവും മുഖത്തോട് മുഖം നോക്കി നിന്നു. എന്തു പറ്റി മോളെ? എവിടെ മീനു? തുളസി ചോദിച്ചു. അവൾ പോയി, ധ്രുവ് ഉറക്കെ പറഞ്ഞു. എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് അവനെ തന്നെ നോക്കി നിന്നു. പോയോ? എവിടെ പോയി? സുരേഷ് ചോദിച്ചു. അവളെ സ്നേഹിക്കുന്നവൻ വന്നു കൊണ്ടുപോയി. നാളെ അവളുടെ കല്യാണമാണ്, ധ്രുവ് പറഞ്ഞു. എല്ലാവരിലും ഒരു ഞെട്ടൽ പടർന്നു. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിന്നു. എന്നാൽ അടുത്ത നിമിഷം ധ്രുവൻ്റെ കവിളത്ത് മാധവൻ്റെ കൈ പതിഞ്ഞിരുന്നു. ധ്രുവ് കണ്ണുകളൊന്ന് ഇറുക്കെ അടച്ചു തുറന്നു. അമ്മാവാ! ഇടറുന്ന ശബ്ദത്തിൽ ദേവു വിളിച്ചു. ഇവനായിരിക്കും അവളെ അവൻ്റെ ഒപ്പം വിട്ടത്. എന്നോടുള്ള ദേഷ്യമല്ലേടാ? മാധവൻ അലറി. എന്തൊക്കെയാ അമ്മാവാ ഈ പറയുന്നേ? ഞാനും ഈ കുഞ്ഞാറ്റിയും ചെന്ന് പറയുമ്പോഴാണ് മീനുവിനെ കാണാനില്ലാത്ത കാര്യം ശിവേട്ടൻ അറിയുന്നത്. നിറകണ്ണുകളോടെ ദേവു പറഞ്ഞു. അതെ, അമ്പലത്തിലേക്കുള്ള റോഡ് വരെ എൻ്റെ പിന്നിലുണ്ടായിരുന്നു മീനു. ഞങ്ങൾ ദേവിക്ക് താലം അർപ്പിച്ച് കഴിഞ്ഞു നോക്കുമ്പോൾ മീനുവിനെ കാണാനില്ല. കുറേ നോക്കി ഞങ്ങൾ. എന്നിട്ടും കാണാതെ ആയപ്പോഴാണ് ധ്രുവേട്ടനോടും ദേവേട്ടനോടും പറഞ്ഞത്. ഇപ്പോൾ മീനുവിനെ സ്നേഹിക്കുന്ന ആളുടെ കോള് വന്നു. അങ്ങനെയാ അവളുടെ കല്യാണമാണ് എന്നറിഞ്ഞ്. വിന്ധ്യ പറഞ്ഞു നിർത്തി. മാധവൻ കുറ്റബോധത്തോടെ തല കുനിച്ചു. എന്നാൽ അടുത്ത നിമിഷം തുളസി ബോധരഹിതയായി ധ്രുവൻ്റെ മേലെ വീണിരുന്നു. ധ്രുവ് അവരെ പെട്ടെന്ന് തന്നെ താങ്ങി പിടിച്ചുകൊണ്ട് നിർത്തി. തുളസി, തുളസി, മാധവൻ വിളിച്ചു. ഏട്ടത്തി, മീര വിളിച്ചു. ആദി, നീ പോയി വണ്ടി എടുത്തിട്ട് വാ, ധ്രുവ് പറഞ്ഞു. ശേഷം ധ്രുവ് ഒന്നുകൂടെ തുളസിയെ താങ്ങിപ്പിടിച്ചു. ദേവു ഓടിപ്പോയി കടയിൽ നിന്നും വെള്ളം വാങ്ങി തുളസിയുടെ മുഖത്ത് തെളിച്ചു. കണ്ണുകൾ ചിമ്മി ചിമ്മി തുളസി തുറന്നു. ദേവു വെള്ളം കുടിക്കാനായി കൊടുത്തു. കുറച്ചു കുടിച്ചുകൊണ്ട് തുളസി വീണ്ടും ധ്രുവനിലേക്ക് ചാഞ്ഞു. ധ്രുവ് അവരെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും ആദി വണ്ടിയുമായി വന്നിരുന്നു. തുളസിയെ അതിലേക്ക് കയറ്റിയ ശേഷം ധ്രുവ് കയറിയിരുന്നു കൂടെ മാധവനും ദേവുവും. അമ്മ, ഞാൻ വരാവേ, ദേവു പറഞ്ഞു. മീര ഒന്ന് മൂളി. ആദി വണ്ടി ആശുപത്രിയിലേക്ക് സ്പീഡിൽ പായിച്ചു. ഇതേ സമയം കാടിന് നടുവിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്തായി സ്റ്റാലിൻ്റെ വണ്ടി പോയി നിന്നു. കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ മീനു ആ വീട് കണ്ടു. കാറിൻ്റെ ഡ്രൈവർ ചെന്ന് വീടിൻ്റെ ഉമ്മറത്തെ ലൈറ്റ് ഇട്ടു. അവിടെ വെളിച്ചം തെളിഞ്ഞു. ഇറങ്ങ്, സ്റ്റാലിൻ പറഞ്ഞു. മീനു വണ്ടിയിൽ നിന്നും ഇറങ്ങിയില്ല. അത് കണ്ട് സ്റ്റാലിൻ ഒന്ന് ചിരിച്ചു. ദേ നോക്കു മീനു, ഞാൻ എടുത്തുകൊണ്ട് പോവണോ? നീയായി ഇറങ്ങുന്നു? സ്റ്റാലിൻ ചോദിച്ചു. അതോടെ മീനു കാറിൽ നിന്ന് വേഗത്തിൽ പുറത്തേക്കിറങ്ങി. അത് കണ്ട് ചിരിയോടെ സ്റ്റാലിൻ അവളുടെ അടുത്തേക്ക് ചെന്നു മീനുവിനെ ചേർത്ത് പിടിച്ചു. അവനിൽ നിന്നും മാറാൻ നോക്കിയെങ്കിലും സ്റ്റാലിൻ്റെ ബലത്തിനു മുന്നിൽ മീനുവിന് ഒതുങ്ങി നിൽക്കേണ്ടി വന്നു.